ഉവാച ഉത്തമവാർത്താ. ശബരിമലയിൽ ട്രാക്ടർ യാത്ര നടത്തിയ ADGP അജിത് കുമാർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചെന്ന് റിപ്പോർട്ട്. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഏതൊക്കെ തരത്തിൽ നിയമലംഘനങ്ങൾ, ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? ADGP MR അജിത് കുമാർ ശബരിമല മുൻ പോലീസ് കോർഡിനേറ്ററാണ്. ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് മാത്രമാണ് അദ്ദേഹത്തെ നിരവധി ആരോപണങ്ങളെ തുടർന്ന് ഒഴിവാക്കിയത്. ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടുള്ള ഒരാൾ ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചു എന്നുള്ളതാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്കും അവിടുന്ന് തിരിച്ച് പമ്പയിലേക്കും അദ്ദേഹം ട്രാക്ടറിൽ യാത്ര ചെയ്തത്. ഒരു വർഷം മുമ്പുള്ള മണ്ഡലകാലത്തടക്കം ട്രാക്ടർ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ട്രാക്ടറിലേക്ക് ആരും യാത്രക്കാരായി കയറാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. പമ്പയിൽ നിന്ന് സാധനങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ട്രാക്ടറുകൾ. അതിൽ ഡ്രൈവർ അല്ലാതെ മറ്റൊരാൾ യാത്രക്കാരൻ കയറാൻ പാടില്ല എന്നുള്ള കർശനമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഇത്തരത്തിൽ ആൾക്കാരെ കയറ്റിയതിന് പിന്നാലെ ചില ട്രാക്ടറുകളുടെ ലൈസൻസ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റദ്ദാക്കിയതാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ശബരിമലയുടെ ചുമതല കൂടി ഉണ്ടായിരുന്ന ADGP ഇത്തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട്, ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് അപകടകരമായി പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് യാത്ര ചെയ്തത്. നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി 11-ാം തീയതി വൈകിട്ട് നട തുറന്നിരുന്നു. നട തുറന്ന് തൊട്ടടുത്ത ദിവസമാണ് ADGP സന്ധ്യയ്ക്ക് ശേഷം പമ്പയിൽ നിന്ന് ക്യാമറകൾ ഇല്ലാത്ത ഭാഗത്ത് നിന്ന് ട്രാക്ടറിൽ കയറി അവിടെ നിന്ന് അദ്ദേഹം ശബരിമല സന്നിധാനത്ത് എത്തിയപ്പോൾ, ഏകദേശം ക്യാമറ ഇല്ലാത്ത ഒരു ഭാഗം എത്തിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി സന്നിധാനത്തേക്ക് നടക്കുകയായിരുന്നു. ഹരിവരാസന സമയത്ത് അദ്ദേഹം ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇതിപ്പോൾ ക്യാമറകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഭാഗത്തെത്തി അദ്ദേഹം അവിടുന്ന് ട്രാക്ടറിൽ കയറി പമ്പയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൂടി ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ കർശന ഉത്തരവ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ലംഘിച്ചു എന്ന് തന്നെയാണ് അതിന്റെ പരാമർശം. കോടതിയെ ധിക്കരിച്ചില്ല യുവർ ഓണർ. ട്രാവൽ ചെയ്യാൻ പുള്ളി ടൈഗറിനെയാണ് ചോദിച്ചത്. തരപ്പെടാഞ്ഞതുകൊണ്ട് തൽക്കാലം ട്രാക്ടർ കൊടുത്തു.